ഇനി നമുക്ക് ദുൽഖർ സൽമാൻ കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന കാന്ത എന്ന സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ 1960 കാലഘട്ടത്തിൽ പേര് കേട്ടൊരു ഡയറക്ടർ ഉണ്ടായിരുന്നു. ഈ ഡയറക്ടറും ഫേമസ് ആയിട്ടുള്ള നായകനും തമ്മിൽ ചെറിയൊരു ഈഗോ ക്ലാഷ് ഉണ്ടാകുന്നു. ഈ നായകനെ സിനിമയിലേക്ക് കൊണ്ടുവന്നത് തന്നെ ഡയറക്ടറാണ്. നായകന്റെ ഓരോ വിജയത്തിനും പിന്നിലും ഡയറക്ടറായിരുന്നു കാരണം. അങ്ങനെയുള്ള നായകനാണെങ്കിൽ തന്റെ കരിയറിൽ ഓരോ പടിയും മുന്നേറുന്ന സമയത്ത് ഡയറക്ടറിന് നായകനോട് അതിയായ അസൂയയുണ്ടായി. അങ്ങനെ നായകനെ വെച്ച് ഷൂട്ട് ചെയ്തൊരു സിനിമ പകുതിയിൽ മുടങ്ങിപ്പോയി. കുറേ നാളുകൾക്ക് ശേഷം ആ സിനിമ വീണ്ടും ഷൂട്ട് ചെയ്യുവാനായി ആരംഭിക്കുന്നു. അതിൽ നായകനായിട്ട് വിളിച്ചിരുന്നത് ഡയറക്ടറിന് പ്രശ്നമുണ്ടായിരുന്ന അതേ നായകനെ തന്നെയാണ്. എന്നാൽ അവൻ വന്നതോടുകൂടി ഓരോ രംഗങ്ങളും തനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാറ്റുവാനായും തുടങ്ങി. അത് ഡയറക്ടറിന് അത്ര ഇഷ്ടമായതേയില്ല. പുതിയൊരു നായികയുമാണ് കൊണ്ടുവന്നിരുന്നത്. പക്ഷേ നായികയും ഈ നായകനും തമ്മിൽ പ്രണയത്തിലാവുകയും അവസാനം വിവാഹിതനായ ഈ നായകനാൽ നായിക പ്രഗ്നന്റ് ആവുകയും ചെയ്തു. എന്നാൽ ഒരു ഘട്ടത്തിൽ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് അവൾ കൊല ചെയ്യപ്പെട്ടു. ആരായിരിക്കും നായികയുടെ കൊലപാതകത്തിന് ഉത്തരവാദി? എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. സിനിമ തുടങ്ങുമ്പോൾ ഒരു പ്രൊഡക്ഷൻ കമ്പനിയാണ് കാണിക്കുന്നത്. പ്രൊഡ്യൂസർ ഡയറക്ടറായ TPK അയ്യയെ കണ്ട് ഈ സിനിമ നമ്മൾ വീണ്ടും എടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഒരു ന്യൂസ് പേപ്പർ കട്ടിംഗ് കാണിച്ചു കൊടുക്കും. സിനിമയുടെ പേര് ശാന്ത. മുൻപേ എടുത്ത സിനിമയാണ്. പക്ഷേ എന്തോ ചില പ്രശ്നങ്ങളാൽ അത് ഡ്രോപ്പ് ആയിപ്പോയി. നമുക്ക് വീണ്ടും ഈ സിനിമ എടുക്കണമെന്നും TPK അയ്യയോട് പറയുകയാണ്. എന്നാൽ അത് കേട്ട് അയ്യ പറയുന്നത്, ശരി, നമുക്ക് വീണ്ടും സിനിമ എടുക്കാം. ആരാണിതിലെ നടനെന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടിയായിട്ട് പ്രൊഡ്യൂസർ പറയുന്നത്, വേറെ ആരാ, നമ്മുടെ TK മഹാദേവൻ തന്നെ. മഹാദേവനല്ലേ ആദ്യം ഇതിൽ അഭിനയിച്ചിരുന്നത്. അപ്പോൾ മഹാദേവൻ തന്നെ മതിയെന്നും പ്രൊഡ്യൂസർ പറയുന്നു. അത് കേട്ടതും അയ്യയ്ക്ക് വല്ലാതെ ദേഷ്യം വരും. മഹാദേവനാണ് ഈ സിനിമയിൽ അഭിനയിക്കുന്നെങ്കിൽ നിങ്ങൾ വേറെ ആരെങ്കിലും ഡയറക്ടറായിട്ട് വിളിച്ചോ, ഞാൻ ഈ സിനിമ ചെയ്യില്ല. അഥവാ മഹാദേവൻ അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ സിനിമ ചെയ്യാമെന്നും അയ്യ പറയുന്നു. സത്യത്തിൽ ഈ അയ്യയുടെ ശിഷ്യനായിരുന്നു മഹാദേവൻ. മഹാദേവൻ പണ്ട് നാടകങ്ങളൊക്കെ കളിച്ചു നടക്കുന്ന സമയം മഹാദേവനെ കണ്ട് മഹാദേവന്റെ അഭിനയമൊക്കെ ഇഷ്ടപ്പെട്ട അയ്യയാണെങ്കിൽ ഒരു സിനിമയിൽ അവനെ അഭിനയിപ്പിച്ചു. അതോടുകൂടി മഹാദേവൻ നല്ല ഫേമസ് ആയി. ഏകദേശം ഒരുപാട് സിനിമകളിലൊക്കെ അഭിനയിച്ച് സിനിമകളിലെ രാജാവെന്ന് തന്നെ മഹാദേവന് പറയാം. അത്രയ്ക്കും ഫേമസ് ആയി. അത്രയും ഫേമസ് ആയതോടുകൂടി മഹാദേവന് ചെറിയ തലക്കനമൊക്കെ ഉണ്ടായി. ചെറിയ രീതിയിൽ അഹങ്കാരവും ഉണ്ടായി. അതൊരിക്കലും അയ്യയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അയ്യ കൊണ്ടുവന്ന ശിഷ്യൻ ഇത്രയും ഫേമസ് ആയതിൽ അയ്യയ്ക്ക് ചെറിയ ഈഗോ ഉണ്ടായി. അങ്ങനെ അയ്യയുടെ അമ്മയുടെ കഥ സിനിമയാക്കുവാനായും തീരുമാനിച്ചു. അതിൽ നായകനായി തീരുമാനിച്ചത് മഹാദേവനെയും. മഹാദേവനെ ഷൂട്ടിംഗ് സെറ്റിൽ കൊണ്ടുവന്ന് അയ്യ ഒരുപാട് ടോർച്ചർ ചെയ്യും. ഒരു സീൻ തന്നെ പലതവണ അഭിനയിപ്പിച്ചു. ഒരുപാട് ടോർച്ചർ ചെയ്തു. അയ്യയ്ക്കാണെങ്കിൽ മഹാദേവനോട് നല്ല ഈഗയുണ്ട്. അതെല്ലാം ഇതിലങ്ങ് തീർക്കുകയാണ്. അതൊരു ഘട്ടത്തിൽ മഹാദേവന് മനസ്സിലായി. എനിക്കിതൊന്നും താങ്ങാനായിട്ട് കഴിയില്ല എന്നും മഹാദേവൻ അയ്യയോട് പറയുന്നുണ്ട്. എന്നാൽ അയ്യ പറയുന്നത്, ഞാൻ കൊണ്ടുവന്ന പട്ടി എന്നെ നോക്കി കുരയ്ക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവനെ ഒരുപാട് അപമാനിക്കുകയാണ് ചെയ്തതും. രണ്ടുപേരും സെറ്റിൽ വെച്ച് വലിയ വഴക്ക് നടക്കുകയും അവിടെ നിന്ന് രണ്ടുപേരും പിരിഞ്ഞു പോവുകയാണ് ചെയ്തതും. അതിനുശേഷം ഇന്ന് വരെയും രണ്ടുപേരും പരസ്പരം കാണുകയോ മിണ്ടുകയോ ഒന്നും ചെയ്തിട്ടില്ല. രണ്ടുപേർക്കുമിടയിൽ നല്ല ഈഗയുണ്ട്. അതിനുശേഷം മഹാദേവൻ തന്റെ കരിയറിൽ ഓരോരോ പടികൾ കയറിക്കൊണ്ടേയിരുന്നു. എന്നാൽ അയ്യാണെങ്കിലോ നടന്ന സംഭവം ആലോചിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും മഹാദേവനും അയ്യയും കണ്ടുമുട്ടുകയാണ്. ശാന്ത എന്ന സിനിമ ചെയ്യാൻ വേണ്ടി വീണ്ടും മഹാദേവൻ സൈൻ ചെയ്തു. അവിടെ വെച്ച് അയ്യയെ കാണും. നമ്മൾ പഴയ ഈഗോയുമായിട്ടാണ് ഇപ്പോഴും ഇരിക്കുന്നത്. അതേ ഈഗോയിൽ തന്നെ നമുക്ക് ഈ സിനിമ കംപ്ലീറ്റ് ചെയ്യാം. പക്ഷേ നിങ്ങൾ പറയുന്നത് പോലെയല്ല സിനിമ മുന്നോട്ട് പോകുന്നത്. ഞാൻ പറയുന്നത് പോലെ പോകും. സിനിമയുടെ പേര് ശാന്ത എന്നല്ല, കാന്ത എന്നാണ്. മാത്രമല്ല ക്ലൈമാക്സ് സീനിൽ ഞാൻ മരിക്കുന്നതായിട്ടുണ്ട്. ആ സീനും എനിക്ക് മാറ്റണം എന്നുള്ള കാര്യം മഹാദേവൻ പറയുന്നു. വേറെ വഴിയില്ലാതെ അയ്യ എല്ലാ കാര്യങ്ങളും മഹാദേവന്റെ കൺട്രോളിൽ വിട്ടുകൊടുത്തു. അയ്യക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിട്ട് എത്തുന്നത് കുമാരി എന്ന പെൺകുട്ടിയായിരുന്നു. ഈ കുമാരിയാണ് നമ്മുടെ കഥാനായിക. കുമാരി ഒരു അനാഥ പെൺകുട്ടിയായിരുന്നു. ഒരിക്കൽ കുമാരിയെ കണ്ട് അയ്യയ്ക്ക് ഇഷ്ടമായി. തന്റെ സിനിമയിലെ നായികയാക്കാമെന്നും തീരുമാനിച്ച് ഈ കാന്ത എന്ന സിനിമയിലെ നായികയായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് കുമാരിയാണ്. എന്നാൽ മഹാദേവൻ എത്ര തന്നെ സീനുകൾ മാറ്റിയാലും എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാലും കുമാരിയാണെങ്കിലോ ഞാൻ ഡയറക്ടർ പറയുന്നതേ കേൾക്കൂ എന്നും മഹാദേവനോട് പറയുന്നുണ്ട്. കാരണം അവൾ അയ്യയ്ക്കാണല്ലോ ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിട്ട് നിൽക്കുന്നതും. അതെല്ലാം മഹാദേവന് മനസ്സിലാകുമെങ്കിലും മഹാദേവൻ അതൊന്നും മൈൻഡ് ചെയ്യുന്നതേയില്ല. അങ്ങനെ ഷൂട്ടിങ്
2-3 ദിവസമായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹാദേവൻ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. അതെല്ലാം കാണുന്ന ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും അത്ഭുതം തോന്നുമെങ്കിലും നമ്മുടെ അയ്യയ്ക്കാണെങ്കിൽ അതൊന്നും അത്ര ഇഷ്ടമാകുന്നതേയില്ല. മാത്രവുമല്ല, കുമാരി എല്ലാവരോടും ഇവർക്കിടയിലെ പ്രശ്നം എന്താണ്, ഇവർക്കിടയിലെ ഈഗോയ്ക്ക് കാരണം എന്താണെന്നൊക്കെ തിരക്കുമെങ്കിലും ആരും അതിനൊന്നും മറുപടി കൊടുക്കുന്നതുമില്ല. അങ്ങനെ മഹാദേവനാണെങ്കിൽ ഒരു സീൻ അടിപൊളിയായിട്ട് അഭിനയിച്ചു. എല്ലാവരും ആ അഭിനയം കണ്ട് ഞെട്ടിത്തെറിച്ചു നിന്നു. എന്നാലും അത് എത്ര നന്നായിട്ടാണ് ചെയ്തതെന്ന് അറിയാമെങ്കിലും അയ്യയാണെങ്കിൽ ആ സീൻ വേണ്ട, വീണ്ടും ടേക്ക് പോകാമെന്ന് പറയുന്നു. മഹാദേവൻ അത് വല്ലാതെ ദേഷ്യം വരും. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം അയ്യ ഓക്കെ പറയുന്ന സീനുകളെല്ലാം മഹാദേവൻ വീണ്ടും ടേക്ക് പോകുന്നു. ഒരുപാട് ടേക്കുകൾ എടുത്തെടുത്ത് അയ്യയ്ക്ക് തന്നെ ദേഷ്യം വരും. അങ്ങനെ അടുത്ത ദിവസം ഷൂട്ട് നടക്കുന്നത് ഒരു ഇമോഷണൽ സീനാണ്. ആ സീനിൽ നായകനെ തല്ലണം, അതായിരുന്നു അഭിനയിക്കേണ്ടത്. ആദ്യത്തെ ടേക്ക് എടുക്കുന്നു. അത് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് അഭിനയിച്ചതും. മാത്രമല്ല, നായിക നല്ല രീതിക്ക് അടിക്കുന്നുമുണ്ട്. അത് കാണുന്ന അയ്യയ്ക്കാണെങ്കിലോ വീണ്ടും വീണ്ടും ടേക്ക് പോകാമെന്ന് പറയുന്നു. പക്ഷേ നന്നായിട്ടാണല്ലോ അഭിനയിച്ചത് എന്ന് മറ്റുള്ളവർ പറയുമ്പോഴും അയ്യ അതൊന്നും കേൾക്കുവാനേയും കൂട്ടാക്കുന്നില്ല. ഒരുപാട് ടേക്കുകളായി. അവസാനം കുമാരിക്ക് തന്നെ സങ്കടം വന്നു. അയ്യ വീണ്ടും വീണ്ടും ടേക്ക് പറയുന്നത് കൊണ്ട് തന്നെ കുമാരിക്ക് ഒരുപാട് തവണ മഹാദേവനെ അടിക്കേണ്ടി വരുന്നു. മഹാദേവൻ അതെല്ലാം സഹിച്ചു നിൽക്കുകയാണ്. എന്നാൽ ഒരു ഘട്ടത്തിൽ കുമാരിക്ക് മഹാദേവനോട് വല്ലാത്ത സഹതാപം തോന്നുകയും ആ ഒരു സഹതാപം ചെറിയ ഇഷ്ടമായി മാറുകയും ചെയ്തു. കാരണം മഹാദേവൻ അത്ര നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. എന്നിട്ടും അയ്യ ഇങ്ങനെ കാണിക്കുന്നതിൽ കുമാരിക്ക് വല്ലാത്ത സങ്കടവും തോന്നും. എന്തെന്നൊക്കെ പറഞ്ഞാലും ഡയറക്ടർ പറയുന്നതെല്ലാം കുമാരിക്ക് ചെയ്യേണ്ടി വന്നു. എന്നാലും ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ എന്താണ് പ്രശ്നമെന്ന് അറിയുവാനുള്ള ആഗ്രഹം കുമാരിക്കുണ്ടാകും. അവൾ നേരിട്ടത് മഹാദേവനോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും എന്താ ഇത്ര ശത്രുക്കളായിട്ടിരിക്കുന്നത് എന്നവൾ ചോദിക്കുമ്പോൾ അതിന് മറുപടിയായിട്ട് മഹാദേവൻ പറയുന്നത്, ഞാൻ ഇന്ന് ഈ കാണുന്ന അവസ്ഥയിൽ എത്താൻ കാരണം തന്നെ അയ്യാണ്. അയ്യാണ് എന്നെ സിനിമയിലേക്ക് കൊണ്ടുവന്നത്. എന്നാൽ എന്റെ വളർച്ച ഇഷ്ടപ്പെടാത്ത അയ്യ തന്നെ എന്നെ കള്ളക്കേസിൽ കുടുക്കി, എന്നെ അകത്താക്കി. പക്ഷെ ഞാൻ അതിലൊന്നും തളർന്നു പോയില്ല. ആ കേസിൽ നിന്നെല്ലാം ഞാൻ പുറത്തു വന്ന് എന്റെ അഭിനയ കരിയറിൽ ഞാൻ മുന്നോട്ട് തന്നെ പോയി. ഓരോ സ്റ്റെപ്പും ഞാൻ കയറിക്കൊണ്ടേയിരുന്നു. അല്ലാതെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യവും അവൻ പറയുന്നുണ്ടായിരുന്നു. അത് കേട്ടതും കുമാരിക്ക് വല്ലാത്ത സങ്കടം വരും. മഹാദേവന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെന്നും കുമാരിക്ക് മനസ്സിലായി. കുമാരി അങ്ങനെ മഹാദേവനുമായിട്ട് കൂടുതൽ അടുക്കുവാനും തുടങ്ങി. പക്ഷെ അതൊന്നും കാണുന്ന അയ്യയ്ക്ക് അതത്ര ഇഷ്ടമാകുന്നതേയില്ല. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഷൂട്ടിംഗ് ഒക്കെ അവസാനിപ്പിക്കണമെന്നും അയ്യ തീരുമാനിക്കും. അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളും അയ്യ ആരംഭിച്ചു കഴിഞ്ഞു. എന്നാൽ മഹാദേവനാണെങ്കിൽ ഓരോ സീനും തനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാറ്റിക്കൊണ്ടേയിരുന്നു. കുമാരി ആദ്യമൊക്കെ അയ്യ പറയുന്നതാണ് അനുസരിച്ചുകൊണ്ടേയിരുന്നതും. എന്നാൽ ഇപ്പോൾ മഹാദേവൻ പറയുന്നതാണ് കുമാരി കേൾക്കുന്നത്. മഹാദേവന്റെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് മനസ്സിലാക്കിയ കുമാരിക്ക് മഹാദേവനോട് ചെറിയൊരു പ്രണയമൊക്കെ തോന്നുന്നു. പക്ഷേ പ്രശ്നം എന്തെന്നാൽ ഈ മഹാദേവൻ വിവാഹം കഴിഞ്ഞതാണ്. ഒരു വലിയ ബിസിനസ്സുകാരന്റെ മകളെയാണ് മഹാദേവൻ വിവാഹം കഴിച്ചിരിക്കുന്നതും. എന്നിരുന്നാലും മഹാദേവൻ ഒരു ഘട്ടത്തിൽ കുമാരിയോട് പ്രണയം തോന്നും. രണ്ടുപേരും ഇടയ്ക്കിടയ്ക്ക് കറങ്ങാൻ പോകുന്നതെല്ലാം അയ്യ അറിയുന്നുണ്ട്. അയ്യ അതിന്റെ ഫോട്ടോയൊക്കെ എടുത്ത് സൂക്ഷിക്കും. എന്തെങ്കിലും പ്രശ്നം വന്നാൽ അത് വെച്ച് മഹാദേവന് പണി കൊടുക്കാമെന്നാണ് അയ്യയുടെ മനസ്സിൽ. അങ്ങനെ മഹാദേവനും കുമാരിക്കും ഇടയിലുള്ള പ്രണയം അത് വളർന്നു വളർന്നു വരുന്നു. അവരൊരു ഘട്ടത്തിൽ ഇന്റിമേറ്റ് ആവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ഒരു കാര്യമാണെങ്കിൽ പുറത്ത് ചർച്ചയായി. മഹാദേവനും കുമാരിക്കുമിടയിൽ എന്തൊക്കെയോ ചെറിയ കണക്ഷൻ ഉണ്ടെന്ന് റൂമേഴ്സ് വന്നതോടുകൂടി മഹാദേവന്റെ അമ്മായിയച്ഛനും മഹാദേവന്റെ ഭാര്യയും ഒക്കെ ഇതറിയുന്നു. അമ്മായിയച്ഛനാണെങ്കിൽ നേരിട്ട് വന്ന് മഹാദേവനെ വിരട്ടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആ ഒരു നടിയുമായിട്ട് നീ അകലം പാലിക്കണമെന്നൊക്കെ മഹാദേവനോട് പറയും. എന്നാൽ അവിടെയാണ് കഥയിലൊരു ട്വിസ്റ്റ്. കുമാരി ഇപ്പോൾ പ്രഗ്നന്റ് ആണ്. അവൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കുകയാണ്. മഹാദേവനോട് അവൾ ആ ഒരു കാര്യം പറയും. ആദ്യമൊക്കെ മഹാദേവൻ അതിനെ അബോർഷൻ ചെയ്യാമെന്ന് പറയുമെങ്കിലും പിന്നീട് മഹാദേവൻ പറയുന്നത് വേണ്ട, നമുക്ക് രണ്ടുപേർക്കും കല്യാണം കഴിക്കാമെന്നായിരുന്നു. ഒരുപാട് വലിയ വലിയ ആക്ടേഴ്സ് ഇതുപോലൊക്കെ ചെയ്തിട്ട് എങ്ങനെയെങ്കിലും അവരെ ഒഴിവാക്കി പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ നീ അങ്ങനെയല്ല, നീ നല്ല മനുഷ്യനാണെന്നും കുമാരി മഹാദേവനോട് പറയുന്നു. പക്ഷേ മഹാദേവന്റെ ഫാമിലിയൊക്കെ ഇത് അറിഞ്ഞത് കൊണ്ട് തന്നെ മഹാദേവൻ പറയുന്നത് നമുക്കിത് വെച്ച് താമസിപ്പിക്കണ്ട, ഉടനെ തന്നെ കല്യാണം കഴിക്കാമെന്നും കുമാരിയോട് പറയുന്നു. എന്നാൽ കുമാരിയാണെങ്കിൽ മഹാദേവനോട് ചോദിക്കുന്നുണ്ട്, അയ്യയുമായിട്ടുള്ള പ്രശ്നമൊക്കെ പറഞ്ഞു തീർത്തൂടെ, എന്തിനാ ഇങ്ങനെ ഈ പ്രശ്നം വഷളാക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അയ്യയ്ക്ക് ഈഗോ ഉള്ളതുപോലെ തന്നെ തനിക്കും ഈഗോയുണ്ട്. പക്ഷേ അതൊന്നും പറഞ്ഞവസാനിപ്പിക്കാൻ പറ്റുന്നതല്ല എന്നുള്ളതാണ് മഹാദേവന്റെ മറുപടി. മഹാദേവൻ കുമാരിയോട് പറയുന്നുണ്ട്, നമുക്ക് നാളെ തന്നെ പോയി തിരുപ്പതിയിൽ വെച്ച് വിവാഹം കഴിക്കാമെന്ന്. കാരണം പ്രശ്നമൊക്കെ ഗുരുതരമായി വന്നുകൊണ്ടിരിക്കുന്നു. കുമാരിയും പ്രഗ്നന്റ് ആണ്. രണ്ടുപേരും അടുത്ത ദിവസം വിവാഹം കഴിക്കുന്നത് സ്വപ്നം കണ്ടാണ് അന്നേ ദിവസം രാത്രി ഉറങ്ങുവാനായി പോയതും. എന്നാൽ
ഒരു ഘട്ടത്തിൽ കുമാരിക്കടുത്തേക്ക് ഒരു മുഖംമൂടി ധരിച്ചൊരാൾ വരികയും അവളെ വെടിവെച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു. ക്രൈം നടന്ന സ്ഥലത്ത് ഡയറക്ടർ ഇരിക്കുന്നുണ്ട്. സംഭവ സ്ഥലത്തേക്ക് കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനും എത്തുകയാണ്. അവിടെ ആകെ അന്വേഷിക്കുന്ന സമയത്ത് രക്തക്കറ പുരണ്ട ഷൂ പ്രിന്റും കാണുന്നുണ്ട്. ഡയറക്ടറോട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയാണ്. അവിടെയുണ്ടായിരുന്ന എല്ലാവരെയും പോലീസ് ഉദ്യോഗസ്ഥൻ ക്വസ്റ്റ്യൻ ചെയ്യും. അപ്പോഴാണ് തലേ ദിവസം ഒരു വണ്ടി വന്ന് നിൽക്കുന്നതായി കണ്ടുവെന്നും മാത്രമല്ല ഒരു വെടിയൊച്ച കേട്ടിരുന്നു. നായികയായിട്ടുള്ള കുമാരിയുടെ റൂം തുറന്നു കിടക്കുന്നതായിട്ടും കണ്ടു എന്നുള്ളത് അവിടെയുള്ളവർ പറയുകയുണ്ടായി. മാത്രവുമല്ല മഹാദേവനുമായിട്ട് കുമാരി അഫയറിലായിരുന്ന കാര്യം പോലീസ് ഉദ്യോഗസ്ഥൻ അറിയുകയാണ്. അതിനു പിന്നിലെ കാരണം എന്തെന്നാൽ ഈ മഹാദേവന്റെ അമ്മായിയച്ഛനാണെങ്കിൽ അത്യാവശ്യം നല്ല പിടിപാടൊക്കെയുള്ള ആളായതുകൊണ്ട് തന്നെ തന്റെ മരുമകന്റെ പേര് ഈ കൊലപാതക കേസിൽ വരരുതെന്നുള്ളത് കൊണ്ട് ഉയർന്ന ഉദ്യോഗസ്ഥനോടൊക്കെ പറഞ്ഞ് അവന്റെ പേര് എങ്ങനെയെങ്കിലും മാറ്റുവാനൊക്കെ ശ്രമം നടത്തിയിട്ടുണ്ട്. മാത്രവുമല്ല തലേ ദിവസം കുമാരിയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടായിരുന്നില്ല. കാരണം മഹാദേവൻ കുമാരിയെ കാണാൻ വരുമായിരുന്നു. എന്തെന്നാൽ മഹാദേവനും കുമാരിയും അടുത്ത ദിവസം തിരുപ്പതിയിൽ പോയി വിവാഹം കഴിക്കുവാനായിട്ടിരുന്നതാണ്. ആ ഒരു കാര്യം പറയാൻ മഹാദേവൻ വന്നിരുന്നു എന്നുള്ള കാര്യവും പോലീസ് ഇൻസ്പെക്ടർ അറിയുന്നു. പക്ഷേ മഹാദേവനെ കേസിൽ ഉൾപ്പെടുത്തരുത് എന്നുള്ളത് മുകളിൽ നിന്നുള്ള ഓർഡർ ആയതുകൊണ്ട് തന്നെ പോലീസ് ഇൻസ്പെക്ടറിന് ഒന്നും ചെയ്യാനായില്ല. അതേസമയം തന്നെയായിരുന്നു കുമാരിയുടെ കൂട്ടുകാരിയായ പെൺകുട്ടിയുടെ കയ്യിൽ എന്നെഴുതിയ ലോക്കറ്റ് കാണുന്നതും. നീയും മഹാദേവനും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ അങ്ങനെയൊന്നുമില്ല, മഹാദേവൻ സാറ് എന്റെ ചേട്ടനെ പോലെയാ, ഇതെനിക്ക് പ്രൊഡ്യൂസറായിട്ടുള്ള മാർട്ടിൻ തന്നതാണെന്നും ആ പെൺകുട്ടി പറയുന്നു. ഒരു സൈഡിൽ കുമാരിയും മഹാദേവനും പ്രണയിക്കുമ്പോൾ മറ്റൊരു വശത്ത് മാർട്ടിനും ആ പെൺകുട്ടിയും ലൈൻ വലിക്കുകയായിരുന്നു. അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ തലേ ദിവസം ഷൂട്ട് ചെയ്ത് വെച്ചിരുന്ന സീനൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കുകയാണ്. അതിൽ നായികയെ ഷൂട്ട് ചെയ്യാനായി ഉപയോഗിച്ചത് ഒറിജിനൽ ഗണ്ണായിരുന്നുവെന്നും ആ ഒരു സീനിൽ നിന്ന് മനസ്സിലായി. ഒറിജിനൽ ഗൺ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയെന്നൊക്കെ പോലീസ് ഉദ്യോഗസ്ഥൻ അന്വേഷിക്കുന്നു. പ്രൊഡ്യൂസറാണ് അതെല്ലാം സെറ്റ് ചെയ്ത് തന്നതെന്നാണ് അവർ പറഞ്ഞത്. മാത്രമല്ല പ്രൊഡ്യൂസർക്ക് കുമാരിക്ക് മേലൊരു കണ്ണുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുമാരിയും മഹാദേവനും ഒരുമിച്ചുള്ള കാര്യങ്ങളൊക്കെ ഫോട്ടോ എടുത്ത് വെക്കുവാനായിട്ട് ഒരു ഫോട്ടോഗ്രാഫറെയും ഏർപ്പാടാക്കിയിരുന്ന കാര്യം പോലീസ് ഉദ്യോഗസ്ഥൻ അറിയുകയാണ്. അതുകൊണ്ട് തന്നെ പ്രൊഡ്യൂസറിനെ സംശയം തോന്നിയ പോലീസ് ഉദ്യോഗസ്ഥൻ പ്രൊഡ്യൂസറായിട്ടുള്ള മാർട്ടിനടുത്ത് വന്ന് ആ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. എന്നാൽ മാർട്ടിനാണെങ്കിൽ കുമാരിയുടെ കൊലപാതകത്തിൽ തനിക്കൊരു പങ്കുമില്ല എന്ന് ഉറപ്പിച്ചു തന്നെ പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒറിജിനൽ ഗൺ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആ ഒരു സീനിന് വേണ്ടിയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ഗണ്ണാ പറഞ്ഞത്, പക്ഷേ ആ പയ്യൻ കൊണ്ടുവന്നത് ഒറിജിനൽ ഗണ്ണ്, എനിക്കറിയത്തില്ല എന്നും പറയുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഗണ്ണ് എവിടെയെന്ന് ചോദിക്കും. അങ്ങനെ മാർട്ടിനാണെങ്കിൽ തന്റെ ഗണ്ണെടുത്ത് കൊടുക്കുവാനായി വരുന്ന സമയം തന്നെ മാർട്ടിന്റെ ഗണ്ണ് അവിടെ കാണുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ ഗണ്ണ് എവിടെയെന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിക്കുമ്പോൾ മാർട്ടിൻ ആ ഗണ്ണെടുക്കുവാനായും പോകും. പക്ഷേ അവിടെ ആ ഗണ്ണില്ലായിരുന്നു. അത് മിസ്സിംഗ് ആണ്. ആരാ തലേ ദിവസം ലോഡ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ സെറ്റിലുണ്ടായിരുന്ന ഒരു പയ്യനാണെന്നുള്ള കാര്യവും മാർട്ടിൻ പറയുന്നു. എന്നാൽ അവിടെ എത്തിയ ഡയറക്ടർ പറയുന്നത് കുമാരിയെ കൊന്നത് മഹാദേവൻ തന്നെ, അവനായിരിക്കും അവളെ കൊന്നത്, അവന്റെ കയ്യിലായിരുന്നു അന്ന് തോക്കുണ്ടായിരുന്നത് എന്നുള്ള രീതിയിലും ഡയറക്ടർ സംസാരിക്കുന്നു. ഡയറക്ടർ ആണെങ്കിൽ എങ്ങനെയെങ്കിലും മഹാദേവനിട്ട് പണി കൊടുക്കണം എന്ന ഉദ്ദേശമാണ്. മഹാദേവനും കുമാരിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യം കുമാരിയുടെ കൂട്ടുകാരിയോട് പോലീസ് ഇൻസ്പെക്ടർ അന്വേഷിച്ചറിയുകയാണ്. കൂട്ടുകാരി പറയുന്നത് മഹാദേവനും കുമാരിയും തമ്മിലുള്ള ബന്ധത്തിന്റെ കാര്യം മഹാദേവന്റെ അമ്മായിയച്ഛൻ അറിഞ്ഞു. ഒരിക്കൽ കുമാരിയെ കാണണമെന്ന് പറഞ്ഞ് തന്റെ ഡ്രൈവറിനെ പറഞ്ഞു വിട്ടിരുന്നു എന്നുള്ള കാര്യവും കൂട്ടുകാരി പറയും. സംഭവ സ്ഥലമാകെ അന്വേഷിക്കുന്ന സമയത്തായിരുന്നു ഒരു കാറിന്റെ ടയർ മാർക്ക് പോലീസ് ഉദ്യോഗസ്ഥൻ കാണുന്നതും. ആ ഒരു ടയർ മാർക്ക് ചെക്ക് ചെയ്യുന്ന സമയത്താണ് ആ ഒരു കാറ് സത്യത്തിൽ മഹാദേവന്റെ വൈഫിന്റേതാണെന്നും തിരിച്ചറിയുന്നത്. ഇനി വഴിയില്ല, അവരെ ക്വസ്റ്റ്യൻ ചെയ്തേ പറ്റൂ, അവരെയും കൂടി ഈ ഒരു കേസിൽ ഉൾപ്പെടുത്തിയേ പറ്റൂ എന്നും പോലീസ് ഇൻസ്പെക്ടറിന് മനസ്സിലായി. അങ്ങനെ മഹാദേവന്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്ന സമയത്താണ് മഹാദേവൻ കുമാരി മരണപ്പെട്ടു എന്ന് തന്നെ അറിയുന്നതും. മഹാദേവൻ ഉടനെ തന്നെ സ്റ്റുഡിയോയിലേക്ക് എത്തും. എന്നിട്ട് ഡയറക്ടറിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളല്ലേ അവളെ കൊന്നത്, അവൾ നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ഡയറക്ടറിനോട് ചൂടായിക്കൊണ്ട് ചെല്ലുകയാണ്. എന്നാൽ ഡയറക്ടർ ആണെങ്കിൽ നീയല്ലേടാ അവളെ കൊന്നതെന്ന് പറഞ്ഞ് മഹാദേവനോട് എതിർക്കുന്നു. രണ്ടുപേരും തമ്മിൽ വലിയ വഴക്ക് തന്നെ നടക്കും. അവസാനം പോലീസുകാരെത്തിയാണ് രണ്ടുപേരെയും പിടിച്ചു മാറ്റിയത്. കുമാരി മരിക്കുന്നതിന് മുൻപ് കുമാരിയുടെ റൂമിന്റെ ഡോറുകൾ തുറന്നിരുന്നു. അവൾ ആർക്കു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. മാത്രവുമല്ല മരിച്ച സമയം ചിരിച്ച മുഖത്തോടു കൂടിയാണ് അവൾ മരിച്ചു കിടന്നതും. അവൾക്ക് പ്രിയപ്പെട്ട ആരോ ആണ് അവിടെ ഉണ്ടായിരുന്നത്. ആരോ ആണ് അത് ചെയ്തിരിക്കുന്നതെന്നും പോലീസ് ഇൻസ്പെക്ടർ ചിന്തിക്കുന്നു. പോലീസ് ഇൻസ്പെക്ടറിന് മഹാദേവനെയും ദേവിയും തന്നെയായിരുന്നു സംശയം. ആവിധം ചോദ്യം ചെയ്യൽ പുരോഗമിക്കവേ ദേവിയുടെ ഡ്രൈവറിൽ നിന്ന് പരുങ്ങുന്നത് പോലീസ് ഇൻസ്പെക്ടർ ശ്രദ്ധിക്കുന്നു. ഡ്രൈവറിനെ ചോദ്യം ചെയ്യുമ്പോഴാണ് ഞെട്ടിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഡ്രൈവർ തുറന്നു പറയുന്നത്. അതെ, ഞാൻ തന്നെ യഥാർത്ഥ ഗണ്ണ് അവിടെ എത്തിച്ചത്, അത് ലോഡ് ചെയ്തതും ഞാനാ. ഒരു കാരണമുണ്ട് അതിന് പിന്നിൽ.
ദേവിയെ കുഞ്ഞുനാളിലെ എടുത്തുകൊണ്ട് നടന്ന് വളർത്തിയത് ഞാനാ. എനിക്കെന്റെ മകളെ പോലെയാ ദേവി. അങ്ങനെയുള്ള ദേവിയുടെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ട് കുമാരി വരുന്നത് എനിക്ക് സഹിക്കാനായില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ചെയ്തത്. പക്ഷേ ഞാനല്ല ഷൂട്ട് ചെയ്തത്. അത് വേറെ ആരോ ആണെന്നുള്ള കാര്യവും ഡ്രൈവർ പറയുന്നു. പിന്നെ ആരായിരിക്കാം കുമാരിയെ കൊന്നത്? കുമാരിയുടെ കൊലപാതകത്തിന് പിന്നിൽ എന്തായിരിക്കും കാരണം എന്നൊക്കെയുള്ള സംശയം പോലീസ് ഇൻസ്പെക്ടറിനുണ്ടാകുന്നു. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ പോലീസ് ഇൻസ്പെക്ടർ ചിന്തിക്കും. എന്തെന്നാൽ കുമാരി മരിക്കുന്നതിന് മുൻപ് കുമാരിയുടെ റൂമിന്റെ ഡോർ തുറന്നിരുന്നു. മാത്രവുമല്ല, മരിച്ച സമയത്ത് ചിരിച്ച മുഖത്തോടു കൂടിയാണ് കുമാരി മരിച്ചിട്ടുള്ളതും. അപ്പോൾ പ്രിയപ്പെട്ട ആർക്കോ വേണ്ടിയിട്ട് അവൾ കാത്തിരുന്നു. അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് അവളെ കൊന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് അവൾ ചിരിച്ച മുഖത്തോടു കൂടി മരണപ്പെട്ടതെന്നും പോലീസ് ഇൻസ്പെക്ടർ പറയുന്നു. പോലീസ് ഇൻസ്പെക്ടറിന്റെ സംശയം മഹാദേവന് തന്നെയാണ്. എല്ലാ തെളിവുകളും മഹാദേവനെതിരായത് കൊണ്ട് തന്നെ മഹാദേവനെ അറസ്റ്റ് ചെയ്യുവാനായിട്ടും പോലീസ് ഇൻസ്പെക്ടർ തീരുമാനിക്കുന്നു. അതേസമയം തന്നെയായിരുന്നു സെറ്റിലുണ്ടായിരുന്ന എല്ലാവരും പോലീസ് ഇൻസ്പെക്ടറിനോട് കെഞ്ചുകയാണ്. ഈ സിനിമ എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം. ഇനിയൊരു ക്ലൈമാക്സിന്റെ ഷൂട്ട് മാത്രമേ ഉള്ളൂ. കുമാരിയുടെ കഴിവ് ലോകമറിയണം. അവൾ നന്നായിട്ട് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഷൂട്ടിങ് മഹാദേവൻ പോയി കഴിഞ്ഞാൽ മുടങ്ങിപ്പോകും. അതൊരിക്കലും സംഭവിക്കരുതെന്നും സെറ്റിലുണ്ടായിരുന്ന എല്ലാവരും പോലീസ് ഇൻസ്പെക്ടറിന്റെ കാല് പിടിക്കും. മഹാദേവനും പറയുന്നുണ്ട്, ക്ലൈമാക്സിന്റെ ഷൂട്ടിംഗ് ഒന്ന് കഴിഞ്ഞോട്ടെ, സാറ് പറയുന്ന എവിടേക്ക് വേണമെങ്കിലും ഞാൻ വരാമെന്നും മഹാദേവൻ പറയും. അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിലോ ക്ലൈമാക്സ് ഷൂട്ട് നടത്തുവാനായിട്ടും സമ്മതിക്കുകയാണ്. അടുത്ത ദിവസം ക്ലൈമാക്സ് സീനിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചു. തീം എന്തെന്നാൽ നായിക വെടിയേറ്റ് മരണപ്പെടുന്നു. വിവരമറിഞ്ഞ നായകനാണെങ്കിൽ പൊട്ടിക്കരയുന്നു. ഇതാണ് തീം. അങ്ങനെ മഹാദേവനാണെങ്കിൽ അഭിനയിക്കുവാനായി ആരംഭിച്ചു. പക്ഷേ ഒരു ഘട്ടത്തിൽ മഹാദേവൻ അതിൽ അഭിനയിക്കുകയായിരുന്നില്ല, ജീവിക്കുകയായിരുന്നു. നായികയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാട്ടൊക്കെ അവൻ പാടുന്നുണ്ട്. അവൻ പൊട്ടിക്കരയുന്നു. മഹാദേവന്റെ അഭിനയം കണ്ട് ഒരുപാട് നാളുകൾക്ക് ശേഷം ഡയറക്ടറാണെങ്കിൽ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുകയാണ്. മഹാദേവനെ ഡയറക്ടറും അംഗീകരിച്ചു കഴിഞ്ഞു. എന്നാൽ സീനെല്ലാം അവസാനിക്കുമ്പോൾ പോലീസ് ഇൻസ്പെക്ടർ മഹാദേവനടുത്തെത്തിയിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ അഭിനയിക്കുകയായിരുന്നില്ല, നിങ്ങൾ അതിൽ ജീവിക്കുകയായിരുന്നു. കുറച്ചു സമയം നിങ്ങളൊന്ന് പോയി റെസ്റ്റ് എടുക്ക്. ഇതിൽ നിന്നെല്ലാം പുറത്തു വരുവാനായിട്ടും പോലീസ് ഇൻസ്പെക്ടർ മഹാദേവനോട് പറയും. അങ്ങനെ മഹാദേവനും ഡയറക്ടറും ഒരു റൂമിലിരിക്കുകയാണ്. മഹാദേവനാണെങ്കിൽ അപ്പോഴും സങ്കടത്തോടെ ഇരിക്കുന്നു. അത് കാണുന്ന ഡയറക്ടറാണെങ്കിൽ കുമാരിയെക്കുറിച്ച് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം ഡയറക്ടറാണല്ലോ അനാഥയായിട്ടുള്ള കുമാരിയുടെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നതും. അവളൊരു പാവം കുട്ടിയായിരുന്നു. ജീവിതത്തിൽ ഒരുപാട് പോരാടി. ബർമയിൽ നടന്ന കലാപത്തിൽ നിന്നും രക്ഷപ്പെട്ടു വന്ന കുമാരി പിന്നീടെത്തിയത് ഇവിടെ നടിയായിട്ടാ. അങ്ങനെ അവൾ ഒരുപാട് മരണത്തിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടു വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇവൾക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ, ഏത് ദുഷ്ടനാണോ അവളെ കൊന്നത് എന്ന് പറഞ്ഞ് ഡയറക്ടർ കരയും. എന്നാൽ അപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന മഹാദേവന്റെ മുഖം അങ്ങ് മാറുകയാണ്. പെട്ടെന്ന് തന്നെ ഒരു ക്രിമിനലിന്റെ മുഖം വരികയും, അതെ, ഞാനാ ആ ദുഷ്ടൻ, ഞാനാ കുമാരിയെ കൊന്നത് എന്നുള്ളൊരു ഞെട്ടിക്കുന്നൊരു വെളിപ്പെടുത്തൽ മഹാദേവൻ നടത്തുന്നു. അത് കേട്ട് ഡയറക്ടറും ഞെട്ടിപ്പോവുകയാണ്. സംഭവം എന്തെന്നാൽ ഈ ഡയറക്ടർ മഹാദേവനെ കുറിച്ച് സംസാരിക്കുന്നത് അറിയുവാൻ വേണ്ടിയിട്ട് മഹാദേവൻ ഡയറക്ടറിന്റെ റൂമിലായിട്ട് ഒരു ടേപ്പ് റെക്കോർഡർ വെച്ചിരുന്നു. ഒരു ദിവസം ഡയറക്ടറിന്റെ റൂമിലേക്ക് കുമാരി വരികയും കുമാരിയും ഡയറക്ടറും സംസാരിക്കുന്നത് ആ ഒരു ടേപ്പ് റെക്കോർഡറിൽ റെക്കോർഡ് ആവുകയും ചെയ്തു. അതിലവർ സംസാരിക്കുന്നതെല്ലാം മഹാദേവനെ പറ്റിയാണ്. ഞെട്ടിക്കുന്ന കുറച്ച് കാര്യങ്ങളായിരുന്നു അതിലുണ്ടായിരുന്നത്. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് എന്നെ ചതിക്കുകയായിരുന്നില്ലേ? നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടുവെന്നും മഹാദേവൻ പറയുന്നു. എന്തെന്നാൽ സത്യത്തിൽ ഈ ഡയറക്ടറാണെങ്കിൽ മഹാദേവനോടുള്ള പ്രതികാരം വീട്ടുവാൻ വേണ്ടിയിട്ടാണ് കുമാരിയെ കൊണ്ടുവന്നതും മഹാദേവനുമായിട്ട് കൂടുതൽ അടുപ്പമുണ്ടാക്കുവാനായിട്ട് കാരണമായതും. എന്നിട്ട് രണ്ടുപേരും ഒന്നിച്ചുള്ള നിമിഷങ്ങളൊക്കെ ഫോട്ടോ എടുത്ത് മഹാദേവനെ നാണം കെടുത്തുക, അവന്റെ കരിയറെ തകർക്കുക എന്നതായിരുന്നു ഡയറക്ടറിന്റെ ലക്ഷ്യവും. ഇതെല്ലാം മഹാദേവൻ കേട്ടറിയുകയാണ്. അതോടുകൂടി കുമാരിയോടും ഡയറക്ടറിനോടും വല്ലാത്ത ദേഷ്യമായി. ഇനി കുമാരി ജീവിച്ചിരിക്കാൻ പാടില്ല, പ്രണയം നടിച്ച് അവൾ എന്നെ ചതിക്കുകയായിരുന്നല്ലേ എന്ന് തീരുമാനിച്ചാണ് രാത്രിക്ക് രാത്രി തന്നെ കുമാരിയെ കാണാൻ വന്നതും മഹാദേവനോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന കുമാരിയെ പിന്നിൽ നിന്നും ഷൂട്ട് ചെയ്തതും. മഹാദേവനോട് സന്തോഷത്തോടു കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് കുമാരി ചിരിച്ച മുഖത്തോടു കൂടി മരണപ്പെട്ടതും. ഇത് കേട്ടതും ഡയറക്ടറാണെങ്കിൽ ഞെട്ടിപ്പോകുന്നു. നീ എന്ത് തെറ്റായി ചെയ്തത്? നീ അത്രമാത്രമേ കേട്ടിട്ടുള്ളോ? അതിന്റെ അവസാന ഭാഗങ്ങളിൽ അവൾ സംസാരിക്കുന്നതെന്ന് നീ കേട്ടില്ലേ എന്നും മഹാദേവനോട് ഡയറക്ടർ ചോദിക്കുന്നു. അപ്പോഴാണ് മഹാദേവൻ ടേപ്പ് റെക്കോർഡറിൽ ബാക്കിയുണ്ടായിരുന്ന റെക്കോർഡുകൾ കൂടി കേൾക്കുന്നതും. അതിൽ കുമാരി പറയുന്നത്, മഹാദേവനുമായിട്ടുള്ള പ്രശ്നം എന്തിനാ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? നിങ്ങൾക്ക് രണ്ടാൾക്കും സംസാരിച്ച ആ പ്രശ്നം തീർത്താൽ പോരെ? സാറ് പറയുന്നത് പോലെ മഹാദേവൻ അത്ര മോശമായിട്ടുള്ള ആളൊന്നുമല്ല. ആ മനുഷ്യൻ ഒരു നല്ല ആളാ, എനിക്ക് മനസ്സിലായി. ഞാൻ അദ്ദേഹത്തെ
പൂർണ്ണ മനസ്സോടുകൂടിയാണ് പ്രണയിക്കുന്നത്, ആത്മാർത്ഥമായി പ്രണയിക്കുന്നു. എനിക്ക് അദ്ദേഹത്തെ വിവാഹം കഴിച്ച് ജീവിക്കാനും താല്പര്യമുണ്ട് എന്നൊക്കെയായിരുന്നു കുമാരി പറഞ്ഞതും. അതെല്ലാം കേട്ടതും മഹാദേവൻ ആകെ തകർന്നു പോകുന്നു. കുമാരി തന്നെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചിരുന്നതെന്നും മഹാദേവന് മനസ്സിലായി. എന്നാൽ ഡയറക്ടർ പറയുന്നത്, നീയും അവളെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നു, അവളും നിന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നു. ഒരു കണക്കിന് നോക്കിയാൽ ഞാനും കുമാരിയുടെ മരണത്തിന് ഒരു കാരണക്കാരൻ തന്നെയാ. അതുകൊണ്ട് താൻ ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഉടനെ തന്നെ ഡയറക്ടറാണെങ്കിൽ കുറ്റബോധം താങ്ങാനാകാതെ തന്റെ കൈവശമുണ്ടായിരുന്ന തോക്കെടുത്ത് വെടിവെച്ച് മരണപ്പെടുകയും ചെയ്തു. മരിക്കുന്നതിന് മുൻപ് കുമാരിയുടെ മരണത്തിന് താനാണ് കാരണമെന്ന് എഴുതി വെച്ചിട്ട് മഹാദേവനെ സേഫ് ആക്കിയിട്ടാണ് ഡയറക്ടർ ആത്മഹത്യ ചെയ്തതും. അങ്ങനെ ആ ഒരു കേസ് ക്ലോസ് ആവുകയാണ്. പക്ഷേ ഇൻസ്പെക്ടറിന് കുമാരിയുടെ മരണത്തിന് കാരണം മഹാദേവനാണെന്നുള്ളത് നന്നായിട്ട് അറിയാമായിരുന്നു. ഡയറക്ടർ മരിക്കുന്നതിന് മുൻപ് അങ്ങനെ ഒരു കാര്യം എഴുതി വെച്ചത് കൊണ്ട് തന്നെ മഹാദേവൻ കേസിൽ നിന്നും ഈസി ആയിട്ട് ഊരിപ്പോകുന്നു. എന്നാൽ മഹാദേവൻ അടുത്തേക്ക് എത്തുന്ന പോലീസ് ഇൻസ്പെക്ടർ പറയുന്നത്, കുമാരിയെ കൊന്ന കൊലയാളി നീയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കുമാരി മരിക്കുന്ന സമയത്ത് ചിരിച്ച മുഖത്തോടു കൂടിയാണ് അവൾ മരിച്ചത്. നിന്നെ അവൾ അത്രയ്ക്കും സ്നേഹിച്ചിരുന്നു. പക്ഷേ കുമാരിയുടെ മുഖം ഒരിക്കലും നിന്റെ ജീവിതത്തിൽ നിന്നും നീ മറക്കില്ല. മനുഷ്യന്റെ കോടതിയിൽ നിന്നും നീ ചിലപ്പോൾ രക്ഷപ്പെട്ടാലും നിന്റെ മനസാക്ഷിയുടെ കോടതിയിൽ നിന്നും ഒരിക്കലും നീ രക്ഷപ്പെടില്ല. നിന്റെ ജീവിതകാലത്ത് ഒരിക്കലും നിനക്ക് കുമാരിയുടെ ആ ഒരു ചിരിച്ച മുഖം മറക്കാനും കഴിയില്ല. നിന്നെ അത് വേട്ടയാടിക്കൊണ്ടേയിരിക്കും. ഇനി മുതലാണ് നീ നരകയാതന അനുഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഇൻസ്പെക്ടർ അവിടെ നിന്ന് പോകുന്നത്. മഹാദേവനാണെങ്കിലോ കുറ്റബോധം താങ്ങാനാകാതെ അവൻ വല്ലാത്തൊരവസ്ഥയിലേക്കും പോകുന്നു. വീട്ടിലെത്തിയ മഹാദേവനാണെങ്കിൽ കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുകയാണ്. തന്റെ മുഖം കണ്ണാടിയിലൂടെ നോക്കി നിൽക്കുന്ന സമയത്തും താൻ വലിയ തെറ്റ് ചെയ്തു പോയല്ലോ എന്നും കുമാരിയുടെ മുഖമൊക്കെ മഹാദേവന് ഓർമ്മ വരും. അതുകൊണ്ട് തന്നെ തന്റെ മുഖം കണ്ണാടിയിലിടിച്ച് തന്റെ മുഖത്ത് തന്നെ മുറിവുകളൊക്കെ വരുത്തുകയാണ് മഹാദേവൻ. കുറ്റബോധം താങ്ങാനാകാതെയാണ് അവൻ അങ്ങനെയൊക്കെ ചെയ്യുന്നതും. അങ്ങനെ നാളുകൾ കടന്നുപോയി. ഡയറക്ടർ ആഗ്രഹിച്ചതുപോലെ തന്നെ ശാന്ത എന്ന പേരിൽ മഹാദേവൻ ആ ഒരു സിനിമ റിലീസ് ചെയ്യുന്നു. സിനിമ വൻ ഹിറ്റാകുന്നു. പക്ഷേ ആ ഒരു വിജയം ആഘോഷിക്കുവാൻ വേണ്ടിയിട്ട് ഡയറക്ടറുമില്ല, നായികയായിട്ടുള്ള കുമാരിയുമില്ല. കുമാരിയുടെ അഭിനയത്തെ എല്ലാവരും പുകഴ്ത്തുകയാണ് ചെയ്തതും മഹാദേവനും ഒരുപാട് അംഗീകാരം കിട്ടി. കുമാരിയും അതുപോലെ തന്നെ നാട് അംഗീകരിക്കുകയാണ്. പക്ഷേ ഇതൊന്നും കാണാൻ അവരില്ലല്ലോ എന്ന സങ്കടം മഹാദേവനുണ്ട്. തിയേറ്ററിൽ നിന്നും ആ ഒരു വിജയാഘോഷങ്ങളൊക്കെ കണ്ടിട്ട് പോകുവാനായി ഇറങ്ങുന്ന മഹാദേവനാണെങ്കിൽ തന്നെ ഈ നിലയിലേക്ക് കൊണ്ടുവന്ന ഡയറക്ടറിനെയും തന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്ന കുമാരിയെയും ആലോചിച്ചും കൊണ്ട് തന്റെ കാറിൽ തിരികെ പോകുന്നതും കാണിച്ച് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.